ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ ഈ പപ്സിൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചൊരു കാര്യം ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നിട്ടാ. അപ്പോൾ ഇന്ന് അതന്നെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ എങ്ങനെ ഞാൻ പപ്സ് ഉണ്ടാക്കിയെടുക്കലെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് മൈദയും അതിൻ്റെ കൂടെ ഒരു അര കപ്പ് മൈദയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടലി ഒരു 1.5 കപ്പ് മൈദയും ഞാൻ എടുത്തത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഞാൻ അത് കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഉപ്പും ഓയിലും മൈദയും കൂടി നല്ലോണം മിക്സാക്കി എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നത്. നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ കുഴക്കൂലേ, ഈ ഒരു പരിപാട്ട വേണ്ടത്. അധികം ഒട്ടാനും പാടില്ല, എന്നാൽ ഭയങ്കര ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ. നമുക്ക് പരത്തിയെടുക്കാനുള്ളതല്ലേ. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടും നല്ലോണം നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന സാധനം ഉണ്ടല്ലോ ബീറ്ററിൻ്റെ, അത് വെച്ചിട്ടും ചെയ്യട്ടെ. ഞാനിപ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ബീറ്ററിൻ്റെ അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല മയത്ത് കിട്ടും കേട്ടോ. ഇത് കുറേ ടൈം നമുക്ക് കുഴച്ചെടുക്കേണ്ടി വരും. ബീറ്ററിൻ്റെ സാധനം കൊണ്ടൊക്കെ ആകുമ്പം പിന്നെ അത് വെച്ചിട്ട് കുറച്ച് സമയം ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോണ്ടല്ലോ കുറച്ച് ഇത് വലിഞ്ഞ് വരണം, അതാട്ടോ അതിൻ്റെ പരിവം. ഞാനിത് നല്ലോണം കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 10 മിനിറ്റ് മാത്രം മതി കേട്ടോ. 10 മിനിറ്റിന് ശേഷം എടുത്തിട്ട് ഞാനത് 2 ഭാഗങ്ങളാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പം കുറേ ഉണ്ടെങ്കിൽ അത് 2-3 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് 1.5 കപ്പിന് ഒരു 4 പപ്സ് മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചെറുതും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കാരണം അതിൻ്റെ വേസ്റ്റ് കൊണ്ട്. പക്ഷേ നമുക്കത് പപ്സ് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ഇപ്പം ഞാൻ കറക്റ്റായിട്ട് 4 പപ്സാണ് ഉണ്ടാക്കിയെടുത്തത്. കറക്റ്റായിട്ട് 2 കപ്പൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 പപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ 2 ഭാഗമാക്കി മാറ്റിയിട്ടുണ്ടല്ലോ. അത് ഈ ഒരു രീതിക്കാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ചെറിയ റൗണ്ട് ഷേപ്പ് പോലെ ആക്കി എടുത്തിന്. അതിലേക്ക് കുറച്ച് മൈദ ചേർത്തിട്ട് നമുക്കതൊന്ന് നല്ല ഒരു സ്ക്വയർ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. സ്ക്വയർ ഷേപ്പിലായ കുറച്ചും കൂടി നല്ലതായിരിക്കും. ചില ആൾക്ക് ആവില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് റൗണ്ട് ഷേപ്പ് തന്നെ ആക്കിയിട്ട് സ്ക്വയറിലാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്കാവുന്ന പോലെ ഞാൻ ചെറിയൊരു സ്ക്വയർ ഷേപ്പ് തന്നെ ആക്കി എടുക്കുന്നുണ്ട്. എന്നാലും ചില സൈഡിലൊക്കെ റൗണ്ട് ഷേപ്പ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ മാർഗറീനോ വേണ്ടത് കേട്ടോ. ഞാനിപ്പം ബട്ടർ എടുത്തത്. ബട്ടർ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ ബട്ടറിൻ്റെ പരുവത്തിൽ തന്നെ ചെയ്തെടുക്കുക. ഓയിൽ ഒട്ടും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ബട്ടർ ഉരുക്കി എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ബട്ടർ പോലെ തന്നെ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് അങ്ങനെ തന്നെ തേച്ച് കൊടുക്കുക. ഇതിൻ്റെ മേലേക്ക് ഫുള്ള് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് പിന്നെ മൈദയും കൂടി തൂവി കൊടുത്തിട്ട് നമ്മൾ രണ്ടാമതായിട്ട് പരത്തി വെച്ച മാവുണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് സമാസമം വെച്ച് കൊടുക്കുക. സൈഡൊക്കെ വണ്ണം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചിട്ട് നമുക്കത് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അങ്ങനെയാട്ടെ വേണ്ടത്. അല്ലാണ്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് പിന്നെ പരത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണോ അതുള്ളത് അതുപോലെ വലിച്ചിട്ട് പിന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരു 2-3 ഷീറ്റ് ഉണ്ടെങ്കിൽ ആ ഷീറ്റ് ലെയർ ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യം ബട്ടർ വെച്ച പോലെ തന്നെ അങ്ങനെ ബട്ടറും മൈദയൊക്കെ തൂവി കൊടുത്തിട്ട് ലെയർ ചെയ്ത് അങ്ങനെ എത്ര 2-3-4 ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് ഒരു ഭാഗത്തേക്ക് മടക്കിയിട്ട് വീണ്ടും മറ്റേ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് ഈ ഒരു സൈഡ് സമയത്തുമ്പോൾ അതിൻ്റെ മേലേക്ക് വീണ്ടും കുറച്ചും കൂടി ബട്ടർ തേച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി മൈദയൊക്കെ തൂവി കൊടുത്തിട്ട് വീണ്ടും അത് മടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ ഭാഗത്ത് മടക്കി കൊടുക്കുന്നില്ല, കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുമ്പം പരത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ ഇവിടെ മാത്രം പിന്നെ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി മൈദ കൊടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ മടക്കിയെടുക്കാം. ഒരു ഭാഗത്തേക്ക് മടക്കിയിട്ട് വീണ്ടും പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേറൊരു മടക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത്, കാരണം നമുക്ക് സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. സ്ക്വയർ ഷേപ്പിനും അതുപോലെ തന്നെ നമുക്ക് നല്ല ലെയർ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു രീതിക്ക് മടക്കിയെടുക്കലാണ് നല്ലത്. അല്ലെങ്കിൽ വേറെ ടൈപ്പ് ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടും കേട്ടോ. പിന്നെ പല ടൈപ്പ് കിട്ടും. എന്നിട്ട് ഞാനൊരു ക്ലീൻ റാപ്പ് ചുറ്റിയിട്ട് ഇങ്ങനൊരു പാത്രത്തിലിട്ട് വെച്ചിട്ട് ഒന്നിക്കങ്ങ് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ എടുത്ത് പരത്തിയിട്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ പിന്നെ
ഫ്രീസറിലാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് കുറച്ച് ഒരു ടൈറ്റായിട്ട് കിട്ടും കേട്ടോ. നമുക്ക് ഈ ബട്ടർ തേക്കുന്നുണ്ട് നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുന്നത്, കാരണം നമുക്ക് പരത്തി കിട്ടാൻ ബുദ്ധിമുട്ടില്ലാണ്ട് പരത്താൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് ഉറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉറച്ച് കിട്ടിയ സമയത്ത് ഒന്നും കൂടി പരത്തിയിട്ട് നമ്മൾ വീണ്ടും ബട്ടറൊക്കെ തേച്ചിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക ചെയ്യുക. ഇങ്ങനെ ഒരു 6 ടൈമെങ്കിലും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഒരു 2-3 ടൈമെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് ആ ലെയർ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് എടുത്തിട്ട് വീണ്ടും ബട്ടറൊക്കെ തേച്ചിട്ട് കുറച്ച് മൈദയൊക്കെ തൂവിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് മടക്കി കൊടുത്തിട്ട് വീണ്ടും ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുന്നത്. ഫ്രീസറിലൊക്കെ വെക്കുമ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോണ്ടല്ലോ കുറച്ചൊന്ന് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് പരത്താനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പരത്തായിട്ട് എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ എടുത്ത് വെച്ചാൽ മതി. ടൈം പ്രശ്നമില്ല, നമുക്ക് പരത്താൻ പറ്റുന്ന ഒരു രീതിക്ക് പിന്നെ ആയി കിട്ടല വേണ്ടത്. ഒരു 6 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യം മിനിമം എങ്കിലും ചെയ്യണം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വിചാരിച്ച ലെയർ കിട്ടൂല. ഇതൊന്നുമല്ല, ബട്ടർ കുറേ തേച്ചിട്ട് നിങ്ങൾക്ക് നല്ല പോലെ പരത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പരത്തി എടുക്കുകയും ചെയ്യട്ടോ. ഇത് പരത്തി എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് പരത്താൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് പരത്താൻ കിട്ടും കേട്ടോ. ഈ വെണ്ണേൻ്റെ ഈ ഒരു ഒലിക്കുന്ന ഈ ഒരു പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കാൻ പറ്റുന്ന പോലെ തന്നെ പരത്തി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് പപ്സിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിന് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ. ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കല നല്ലത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2 ഉള്ളിയെ ചേർത്തത്. എനിക്ക് 4 പപ്സിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ ഉള്ളിയെ ചേർത്ത് കൊടുത്തത്. അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വഴറ്റിയെടുക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വഴറ്റിയെടുക്കുന്നില്ല. നമ്മൾ പപ്സിനൊക്കെ ഒരു ക്രഞ്ചി ഫീലിംഗ് ഉള്ള ഉള്ളി ആയിരിക്കുമല്ലോ ഉള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്ക് മാത്രമേ വഴറ്റിയെടുക്കുന്നുള്ളൂ, ഭയങ്കരമായിട്ട് വഴറ്റിയെടുക്കുന്നില്ല. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒറ്റ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ എരിവ് കുറച്ചിട്ടാട്ടോ ചേർക്കുന്നത്. കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് പച്ചമുളകും കുരുമുളകൊക്കെ ചേർക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ചേർക്കല നല്ലത്. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി കേട്ടോ. ഞാൻ എല്ലാം കുറച്ചിട്ടേ ചേർത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ മസാലക്ക് കളറ് കുറവാട്ടോ. കളറ് കുറവാന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയായാലും ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പം അതിൻ്റെ നല്ലൊരു കളറ് കിട്ടും കേട്ടോ. ബേക്കിങ്ങിൽ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് കളറ് കുറച്ചിട്ട് എടുത്തത്. കാരണം മസാലപ്പൊടികൾ കുറവാണല്ലോ. കാരണം ഭയങ്കര എരിവ് ഉണ്ടാകുന്നുണ്ട്, കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അത്ര എരിവ് ഒന്നിലും ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ മസാലേൻ്റെ പരിപാടി. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുത്തിന്. അതിൻ്റെ റെക്കോർഡ് എൻ്റെ അടുത്തുനിന്ന് മിസ്സായി. അതുകൊണ്ട് നിങ്ങളത് മറന്നു പോകാണ്ട് ചേർക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ 2 മുട്ടയും കൂടി പുഴുങ്ങിയെടുത്തിന്. ഞാനിത് ഒരു 5-6 ടൈം അങ്ങനെ തന്നെ പരത്തി ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിപ്പോൾ ഇത് പിന്നെ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മളിത് ഷീറ്റാക്കാൻ പോകുന്ന കേട്ടോ. ഷീറ്റായിട്ട് മുറിച്ചെടുക്കാൻ പോകുന്ന. അപ്പോഴത്തേക്കന്നെ നമുക്ക് ഏകദേശം പപ്സിൻ്റെ ഷീറ്റിൻ്റെ ഈ ഒരു ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പപ്സിൻ്റെ അതേ ഒരു ഷീറ്റ് കിട്ടും. ഇനി ഇത് നല്ലോണം പരത്തി എടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കുക വേണ്ടത്. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് മൈദയൊക്കെ തൂവി എടുത്തിട്ട് നല്ലോണം ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഓരോ തവണയും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പരത്തി എടുക്കുമ്പം കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് പരത്തി എടുക്കുമ്പം കുറച്ചും കൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പരത്തി എടുക്കാൻ പറ്റും കേട്ടോ. അതേസമയം നിങ്ങൾക്ക് തീരെ പരത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതിന് കാരണം നിങ്ങൾ ഓവർ ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പരത്തി എടുക്കാൻ പറ്റാത്തതെന്ന് കേട്ടോ അർത്ഥം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് തന്നെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയും കേട്ടോ. നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ തണുപ്പ് കുറയും തോറും ഒട്ടും തണുപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കാനും പറ്റൂല. കാരണം ഈ ബട്ടറിൻ്റെ ഈ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ പറ്റൂല. മാർഗറീൻ ആണെങ്കിലും പിന്നെ ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനിത് ഈ സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സൈഡൊന്നും കട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ തന്നെ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാനിപ്പോൾ എന്തായാലും സ്ക്വയർ ഷേപ്പ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സൈഡ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൈഡ് കണ്ടാൽ മനസ്സിലാവും എത്ര കട്ടിയുണ്ട് ഈ പപ്സിൻ്റെ ഷീറ്റിന് കേട്ടോ. അത്യാവശ്യം കുറച്ച് കട്ടിയില്ല കേട്ടോ. നമ്മളിത് മുറിച്ചിട്ട് എടുക്കുക. കാരണം നമുക്ക് ഈ ഒരു ലെയർ കിട്ടണമല്ലോ.
അതുകൊണ്ട് കുറച്ച് കട്ടിയിലെങ്കിലും ഇത് മുറിച്ചിട്ടെടുക്കണം. അപ്പം ഞാനത് വലിയൊരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 4 ഷീറ്റ് എനിക്ക് മൊത്തത്തിൽ ഇപ്പം കിട്ടിയത്. അതിൽ ബാക്കി വന്നതിനെ കൊണ്ട് ഞാൻ വീണ്ടും ഒരു ചെറിയൊരു പപ്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ 4 ഷീറ്റിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് മസാല വെച്ചിട്ട് പിന്നെ എങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാം കാണിക്കുന്നില്ല, 1 2 ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മസാലയും മുട്ടയൊക്കെ വെച്ചിട്ട് അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഷീറ്റ് വലിയ ഷീറ്റാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ പരത്തി കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ എൻ്റെ ചെറിയ കുറച്ച് ഷീറ്റ് ചെറുത്, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാല മതി കേട്ടോ. കുറച്ച് മസാലയും ഒരു പീസ് മുട്ടയും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ല ഷീറ്റാണെങ്കിലുണ്ടല്ലോ നമുക്ക് അതിലേക്ക് മുട്ടയോ പിന്നെ വെള്ളമോ ഒന്നും ചേർക്കേണ്ട വരില്ല, ഒട്ടുമ്പോൾ മൈദ ഒന്നും ചേർക്കേണ്ട വരില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് എഗ് വാഷ് അടിച്ചാൽ മതി. അത് ഒട്ടും തന്നെ പിന്നെ പറഞ്ഞൊന്നും പോകാണ്ട് ഇങ്ങനെ നിന്നോളും കേട്ടോ. അപ്പോൾ എൻ്റെ ഏകദേശം ചെറിയൊരു പപ്സാട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്, കാരണം എൻ്റെ ഷീറ്റൊക്കെ ചെറുതാണ്. അപ്പോൾ പിന്നെ ഞാൻ ചെറിയ പപ്സുകളാണ് ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഷീറ്റ് കൊണ്ട് വലിയ പപ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ചും കൂടി മൈദ എടുക്കുന്നുണ്ടെങ്കിൽ വലിയ പപ്സുകൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിതാ ഇഡ്ഡലി തട്ടിൻ്റെ ഈ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്, അതെടുത്തിട്ട് അതിലേക്ക് 4 പിന്നെ അതിലെ കുഴിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു ബട്ടർ പേപ്പറും കൂടി പീസാക്കിയിട്ട് വെച്ച് കൊടുത്തിന്. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാലുണ്ടല്ലോ നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിടാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. മറ്റേതാകുമ്പോൾ നമുക്ക് നമ്മൾ സാധാ ട്രേ എടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പം ഗ്യാസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കിയിട്ടാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാന് വെച്ചിട്ട് എൻ്റെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ ഉപ്പോ അല്ലെങ്കിൽ പൂയോ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഉപ്പ് അല്ലെങ്കിൽ പൂയി അതിലേതെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അതിൻ്റെ അതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ ട്രേ ഇറക്കി വെച്ച് കൊടുക്കുക ചെയ്യുക. അതിന് മുന്നേ ഒരു 10 മിനിറ്റെങ്കിലും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കട്ടെ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇഡ്ഡലി തട്ടിൽ എടുത്ത് വെച്ചിക്കല്ലോ പപ്സിൻ്റെ അത് വെച്ച് കൊടുക്കട്ടെ. എന്നിട്ട് ഒരു പിന്നെ ഒരു 30-35 മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആവും കേട്ടോ. ഓരോരുത്തർക്ക് ഓരോരോ ടൈമായിരിക്കും. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് പപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഗ്യാസ് എപ്പവും ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. പിന്നെ അപ്പോൾ നമുക്ക് ടൈം പറയാൻ പറ്റില്ല, അത് ഓരോരുത്തർക്ക് ഓരോരോ രീതിക്കായിരിക്കും ടൈം ഉണ്ടാവുക. നിങ്ങൾ നോക്കുക, ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക, എന്നിട്ട് മനസ്സിലാവും കേട്ടോ നിങ്ങൾക്ക് എത്ര ടൈമും കൂടി വെച്ചാൽ റെഡിയായി കിട്ടും. എനിക്കിപ്പോൾ ഒരു 40 മിനിറ്റ് എടുത്തിട്ട് എനിക്ക് റെഡിയായി കിട്ടിയത്. അതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിനേനും കേട്ടോ. അപ്പോൾ നമ്മൾ എഗ് പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ തീയും അതുപോലെ തന്നെ ടൈമും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്